ഇന്ന് ലോക കൈ ശുചിത്വ ദിനമാണ്. ശുചിത്വം എന്നും പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ കൈകളുടെ ശുചിത്വക്കുറവ് കാരണം ഒരുപാട് രോഗങ്ങളെ നമ്മൾ വിളിച്ചു വരുത്താറുണ്ട്. ഇന്ന് അതിഥിയായി നമുക്കൊപ്പം എത്തിയിരിക്കുന്നത് SIT ആശുപത്രിയിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ രേണുക ദേവിയാണ്. രേണുക മാം, സ്വാഗതം ന്യൂസ് 3യിലേക്ക്. സ്വാഗതം. കൈ ശുചിത്വ ദിനം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ നിസ്സാരമായി നമുക്ക് തോന്നിയേക്കാം പ്രാഥമിക ഘട്ടത്തിൽ അങ്ങനെ പറയുമ്പോൾ. പക്ഷേ കൈ കഴുകൽ ഒരു തമാശയല്ല, അത് ഒരുപാട് ഘട്ടങ്ങൾ അതിനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. എങ്കിലും ഒരു ദിവസത്തിന്റെ ഈ കൈ കഴുകൽ ശുചിത്വ ദിനത്തിന്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് പറയാമോ? ഇന്ന് വേൾഡ് ഹാൻഡ് ഹൈജീൻ ഡേ മെയ് 5. എല്ലാ വർഷവും മെയ് 5 വേൾഡ് ഹാൻഡ് ഹൈജീൻ ഡേ ആയിട്ട് ആദരിക്കുന്നുണ്ട്. 2009 WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് മെയ് 5 വേൾഡ് ഹാൻഡ് ഹൈജീൻ ഡേ ആയി പ്രഖ്യാപിച്ചത്. ഫസ്റ്റ് അതിൻ്റെ തീം സേവ് ലൈവ്സ് ക്ലീൻ യുവർ ഹാൻഡ്സ് എന്നായിരുന്നു. വേൾഡ് ഹാൻഡ് ഹൈജീൻ ഡേ നമുക്ക് ആചരിക്കാൻ ഒരു പ്രധാന ഒരു മിനിറ്റിൽ താഴെ മാത്രം ഉള്ള ഈ ഒരു പ്രൊസീജിയർ, അതിനു വേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കി ഇത്രയും കാര്യങ്ങൾ എല്ലാ ഹോസ്പിറ്റൽസും എല്ലാവരും ആചരിക്കുന്നെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. വേൾഡ് ഹാൻഡ് ഹൈജീൻ ഡേ ഇതിൻ്റെ പിതാവെന്ന് പറയുന്നത് ഡോക്ടർ വിഗ്നസ് സെവിൽസ്റ്റൺ സർ. ആ ഡോക്ടർ വർക്ക് ചെയ്യുന്നൊരു ഹോസ്പിറ്റലിൽ മെറ്റേണൽ ഡെത്ത് ഒരു സമയത്ത് കൂടുതലായി കണ്ടു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് സാറ് ഇങ്ങനെ ഇടയ്ക്ക് ഒബ്സർവ് ചെയ്യാൻ കാരണമായി. ഹാൻഡ് ഹൈജീനിൻ്റെ കുറവ് മൂലമാണെന്ന് അദ്ദേഹത്തിന് അത് മനസ്സിലായി. ക്ലോറിനേറ്റ് സൊല്യൂഷൻ വെച്ച് ഹാൻഡ് ഹൈജീൻ ചെയ്യണം എന്നൊരു പ്രോട്ടോകോൾ അദ്ദേഹം ഇംപ്ലിമെൻ്റ് ചെയ്യുകയും അതിനുശേഷം ആ ഡെത്ത് റേറ്റ് വളരെ കുറയുകയും ചെയ്തു. അന്ന് ഈ ഹാൻഡ് ഹൈജീൻ്റെ ശാസ്ത്രീയമായ ഒരു പ്രാധാന്യം അദ്ദേഹം പറഞ്ഞുവെങ്കിലും അതൊന്നും ആരും അംഗീകരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ഹാൻഡ് ഹൈജീനായി പ്രഖ്യാപിക്കുകയും ഇന്നും നമ്മൾ ഒരു ഒരു മെയ് 5 എന്നുള്ള ദിവസം വേൾഡ് ഹാൻഡ് ഹൈജീൻ ഡേ ആദരിക്കുകയും ചെയ്യുന്നത്. ശരി, നമ്മൾ ഒരു സമയത്ത് വളരെ ഗൗരവത്തോടെ എടുത്ത് കൈ കഴുകൽ നടത്തിയിരുന്ന സമയമുണ്ടായിരുന്നു കോവിഡ് സമയത്ത്. കോവിഡ് സമയത്ത് ഒരുപാട് ആളുകൾക്ക് ജീവഹാനി ഉണ്ടാകുന്നു, ഒരുപാട് പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നു. നമ്മുടെ തൊട്ടടുത്ത് വരെ എത്തുമ്പോഴേക്കും നമുക്കൊരു പേടിയുണ്ടായി. നമ്മൾ ആ കൈ കഴുകൽ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. പക്ഷെ ഇപ്പൊ കോവിഡ് മാറി വീണ്ടും നമ്മൾ ആ പഴയ കൈ കഴുകലിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ തോന്നുന്നുണ്ടോ മാമിന്? കോവിഡ് വന്നതിന് ശേഷമാണ് നമുക്ക് കൂടുതൽ അവയർനെസ് ഇതിനെപ്പറ്റി ഉണ്ടായത്. എല്ലാ വീടുകളിൽ പോലും പുറത്തൊരു ടാപ്പ് ഫിറ്റ് ചെയ്യാനും, ഹോസ്പിറ്റലിലാണെങ്കിലും പുറത്ത് നമ്മൾ സ്റ്റാൻഡ്, ഹാൻഡ് സാനിറ്റൈസർ സ്റ്റാൻഡൊക്കെ എല്ലാ വാർഡുകളിലും എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപിക്കാനും, സ്കൂള് കോളേജ് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ വെക്കാനും ഒക്കെ ആ സമയത്തായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. പക്ഷേ ഈയിടെയായിട്ട് നമ്മുടെ ഈ ഒത്തിരിയുള്ള പ്രോഗ്രാംസ് എല്ലാം നടത്തുന്നതിലൂടെ ആൾക്കാർക്കും ബാക്കി ഹെൽത്ത് വർക്കേഴ്സിനും നല്ലൊരു അവയർനെസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ആ നല്ലൊരു ഹാൻഡ് ഹൈജീൻ പ്രോട്ടോകോൾ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. അതിലൂടെ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഇൻഫെക്ഷൻ റേറ്റുകളും നല്ല കുറവായിട്ടുണ്ട്. അതിനുള്ള എല്ലാ ഹാൻഡ് ഹൈജീൻ ചെയ്യുന്നതിനുള്ള എല്ലാ മുൻകരുതലുകളും എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. കോവിഡ് സമയത്ത് ആയിരുന്നു കൂടുതലായിട്ട് എല്ലാവരും ഫോളോ ചെയ്തത്. പിന്നെ കുറച്ചൊന്ന് കുറഞ്ഞു വന്നതാണ് ഇടയ്ക്ക് വെച്ച്. വീണ്ടും പല രോഗങ്ങളുടെ വരവോടുകൂടി വീണ്ടും അത് കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. അതെ, നമ്മളൊരാളെ ആദ്യമായി കാണുമ്പോൾ ഹസ്തദാനമാണ് ചെയ്യുന്നത് അല്ലെ? നമ്മൾ നമസ്കാരമാണ് പറയുന്നതെങ്കിലും നമ്മൾ അത് ഏറ്റവും കൂടുതൽ കാണുമ്പോൾ ഒന്ന് ഹഗ് ചെയ്യുക, ഒന്ന് കൈ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ നിന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല അതിനുശേഷം നമ്മൾ കൈ കഴുകുന്നുണ്ടോ, അദ്ദേഹം എവിടെയൊക്കെയാണ് പോയത് എന്നൊക്കെ. ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കാറില്ല. കൈ കഴുകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൈ കഴുകുന്നുണ്ട്. അതിപ്പോൾ ആഹാരത്തിന് മുന്നേ ആണെങ്കിലും നമ്മൾ കൈ കഴുകുന്നുണ്ട്. പക്ഷേ കൈ കഴുകേണ്ടത് എങ്ങനെയെന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അതിന് ഘട്ടങ്ങളുണ്ട്, സ്റ്റെപ്സ് ഉണ്ട് എന്ന് താങ്കൾ പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പറയാം. എങ്ങനെയാണ് കൈ കഴുകേണ്ടത്? കൈ കഴുകുന്നതിന് സാധാരണ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി അത് അല്ല കൈ കഴുകുക. ശരിക്കും അങ്ങനെ കഴുകാൻ നമ്മുടെ കൈകളിലുള്ള പല ഭാഗത്തും ഉണ്ടാകുന്ന രോഗാണുക്കൾ അത് പോകാൻ സാധ്യതയില്ല. എല്ലാ ഭാഗത്തും നമ്മുടെ ഗ്രൂസ് ഉണ്ട്, അതിനകത്തു നിന്നുള്ള രോഗാണുക്കൾ പോകാൻ സാധ്യതയില്ല. അതിനാൽ നമ്മുടെ WHO കുറച്ച് സ്റ്റെപ്സ് 6 to 7 സ്റ്റെപ്സ് ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുന്നതിന് ആദ്യം കൈ നനയ്ക്കുക.
നമുക്ക് കൈ ടാപ്പ് വാട്ടറിൽ നനച്ചതിന് ശേഷം നമുക്ക് ആഡിക്വേറ്റ് എമൗണ്ട് എത്ര എമൗണ്ട് വേണം അത്രയും 3 to 5 ml സൊല്യൂഷനാണ് പറയുന്നത്. ലിക്വിഡ് ആണെങ്കിൽ അതിൽ സോപ്പാണെങ്കിൽ അത് നന്നായിട്ട് പത വരുന്നതിന് ആവശ്യമുള്ള സോപ്പ് ആദ്യമേ കയ്യിൽ നനയ്ക്കുക. അതിനുശേഷം അകം കൈയുടെ ഉൾഭാഗം 5 പ്രാവശ്യമാണ് എല്ലാ സ്റ്റെപ്പും ചെയ്യേണ്ടത്. 5 പ്രാവശ്യം കഴുകുക. പുറം ഭാഗം 5 പ്രാവശ്യം. ആദ്യമേ ഇതിനു മുമ്പ് ഒരു കാര്യം പറയാം, നമ്മുടെ എല്ലാ ഓർണമെൻറ്റ്സും നമ്മളത് മാറ്റണം. നെയിലെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിരിക്കണം. അങ്ങനെ കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. അതാണ് അകം 5 ടൈംസ്, പുറം 2 കൈയുടെയും പുറം 5 പ്രാവശ്യം കഴുകുക. പിന്നെ ഈ ഇടകളെല്ലാം 5 പ്രാവശ്യം കഴുകുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് വിരൽ മടക്കുകളുണ്ടല്ലോ, അവിടെയുള്ള രോഗാണുക്കളെ കളയണമെങ്കിൽ നമ്മൾ അത് ആ ഭാഗം ഉരച്ച് തന്നെ കഴുകണം. അപ്പോൾ അതിന് നമ്മൾ വെറുതെ ഇങ്ങനെ ഉള്ളെങ്കിൽ ഉരച്ചാൽ മതി. പക്ഷേ അത് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു സ്റ്റെപ്പ് പോലെ ആക്കി ഇങ്ങനെ കൈ രണ്ടും ഇങ്ങനെ വളച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ഈ കൈ ഇതിനകത്ത് ഉരയ്ക്കുന്നു 5 പ്രാവശ്യം. ഇതിൻ്റെ ഈ ഗ്രൂസ് ഇതിനകത്ത് 5 പ്രാവശ്യം ഉരയ്ക്കുന്നു. അത് കഴിഞ്ഞ ശേഷം തള്ളവിരൽ അത് നമ്മൾ ഇങ്ങനെ 5 പ്രാവശ്യം കഴുകുന്നു. ഇത് 5 പ്രാവശ്യം കഴുകുന്നു. അത് കഴിയുമ്പോൾ ഒഴിഞ്ഞു പോയൊരു ഭാഗമുണ്ട്, നമ്മുടെ വിരൽ തുമ്പുകൾ. അവ നമ്മൾ റൗണ്ട് സർക്കിൾ രൂപത്തിൽ ഒരു വലത്തോട്ടിട്ട് 3 പ്രാവശ്യം, ഇടത്തോട്ട് 2 പ്രാവശ്യം. അത് അങ്ങോട്ട് വേണമെങ്കിൽ 5 ടൈംസ് ചെയ്യണം 2 കൈയും. അത് ചെയ്തതിന് ശേഷം ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുക. കോമൺ ടവലിൽ തുടയ്ക്കരുത്. എല്ലാം കഴിഞ്ഞ് നമ്മൾ ശുദ്ധിയാക്കിയിട്ട് ഒരു ടവലിൽ തുടച്ചു കഴിഞ്ഞാൽ ഈ കഴുകിയതെല്ലാം വെറുതെയാകും. പേഴ്സണൽ ടവൽ നമുക്ക് സ്വന്തമായി ഡിസ്പോസ് ചെയ്യുന്ന ടവലോ പേപ്പറോ ഉണ്ടെങ്കിൽ അതിൽ തുടച്ച് വൃത്തിയാക്കാം. അതാണ് ശരിക്കും ഹാൻഡ് ഹൈജീൻ്റെ സ്റ്റെപ്സ്. വെറുതെ കഴുകുന്നതിലല്ല, ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴുകി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ കൈകളിലുള്ള രോഗാണുക്കളുടെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ കഴിയുകയുള്ളൂ. അതാണ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്ന ഹാൻഡ് ഹൈജീൻ സ്റ്റെപ്സ്. അത്രയും ഫോളോ ചെയ്യണം. ഈ സ്റ്റെപ്സ് കണ്ടപ്പോൾ ഇത് ഇത്രയും എത്ര പേര് ഇതിൽ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നവർ പോലും വിചാരിക്കുമായിരിക്കും ഇത് ഒരു തവണ പോലും ചെയ്യാത്തവരുണ്ടാകും, ഞാൻ അടക്കമുള്ളവർ. ഇപ്പൊ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ആ രീതിയിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. മറ്റൊന്ന് നമ്മുടെയൊക്കെ ഒരു വലിയ തെറ്റിദ്ധാരണയുള്ള നമ്മൾ ഈ ആഹാരത്തിന് മുമ്പും ശേഷവും നമ്മുടെ കൈ കഴുകൽ, അത് വളരെ തമാശയാണ്. ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വിവാഹത്തിന് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം കഴിച്ച ശേഷമായിരിക്കും അവിടെ നിൽക്കുന്ന ആളുകളോട് ചോദിക്കുന്നത് എവിടെയാണ് കൈ കഴുകുന്ന സ്ഥലമെന്ന്. കാരണം ഇതിന് മുമ്പുള്ള കൈ കഴുകൽ നമുക്ക് വലിയ പ്രശ്നമല്ല. അതേസമയം ചിക്കനോ മട്ടണോ ഒക്കെ കൂട്ടി കഴിച്ചു കഴിയുമ്പോൾ അതിന്റെ എണ്ണമയം ഒന്ന് പോകാൻ വേണ്ടി, അതിന്റെ സ്മെല്ല് പോകാൻ വേണ്ടി സോപ്പിട്ട് നമ്മൾ കൈ കഴുകാറുണ്ട് അല്ലേ? അത് തന്നെ വളരെ തെറ്റായ ഒരു കാര്യമാണ്. അത് മാത്രമല്ല, നമ്മൾ ഒരു ഫംഗ്ഷന് വരുമ്പോൾ നമുക്ക് കുറേ ബന്ധുക്കളുണ്ടാവും. അവരെല്ലാം കാണുന്നവരെല്ലാം കൈ തരും, ഷേക്ക് ഹാൻഡ് കൊടുക്കും. ചിലപ്പോൾ നമ്മൾ അവരോട് തൊട്ട് സംസാരിക്കും. എല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ നേരെ അങ്ങ് പോയി കഴിക്കും. കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഹാൻഡ് വാഷ് എവിടെയാണെന്ന് അന്വേഷിക്കുന്നത്. മാഡം പറഞ്ഞ കറക്റ്റാണ്. അങ്ങനെയാണ് മിക്കവാറും ഉള്ളത്. അത് അല്ല ചെയ്യേണ്ടത്. എപ്പോഴൊക്കെ കൈ കഴുകണമെന്നും അതിനും കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. ഇപ്പോഴൊക്കെ നമ്മൾ ഹോസ്പിറ്റൽ സിറ്റുവേഷനിലാണെങ്കിൽ 5 മൊമെൻറ്റ്സ് എന്ന് പറയും, 5 മൊമെൻറ്റ്സ്. അത് ഒരു രോഗിയെ തൊടുന്നതിന് മുമ്പ് രോഗിയെ ഒരു അസെപ്റ്റിക് പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ്, ഒരു സ്റ്റെറിൽ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. ഹാൻഡ് വാഷിന് ടൈമുണ്ട്. 40 to 60 സെക്കൻഡാണ്. 40-60 സെക്കൻഡാണ് ഹാൻഡ് വാഷ്, സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് കഴുകുന്നതിന് സമയം. മിനിമം 20 സെക്കൻഡെങ്കിലും റബ്ബ് ചെയ്തിരിക്കണമെന്നാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ചെയ്യുന്നതിനുള്ള ഗുണം കിട്ടുകയുള്ളൂ എന്നാണ്. അപ്പോൾ രോഗിയെ തൊടുന്നതിന് മുമ്പ്, രോഗിയുടെ ഒരു പ്രൊസീജിയർ, സെപ്റ്റിക് പ്രൊസീജിയറിന് മുമ്പ് രോഗിയെ തൊട്ടതിന് ശേഷം, പിന്നെ രോഗിയുടെ സെക്രീഷൻസ് എന്തെങ്കിലും, യൂറിൻ, ബ്ലഡ്, അങ്ങനെ എന്തെങ്കിലും സെക്രീഷൻ, വോമിറ്റസ് എന്തോ അത് ടച്ച് ചെയ്തതിന് ശേഷം, പിന്നെ രോഗിയുടെ സറൗണ്ടിങ്സ്, നമ്മുടെ രോഗിയുടെ കിടക്കയുടെ സൈഡോ എന്തായാലും ആ സിറ്റുവേഷൻ ടച്ച് ചെയ്തതിന് ശേഷം, സറൗണ്ടിങ്സ് ടച്ച് ചെയ്തതിന് ശേഷവും നമ്മൾ കൈ കഴുകണമെന്നാണ്. അതിന് 5 മൊമെൻറ്റ്സ് ഇൻ ഹോസ്പിറ്റൽ സെറ്റിങ്സ്, ഹെൽത്ത് വർക്കേഴ്സ്. അല്ലാതെ മാഡം പറഞ്ഞതുപോലെ പുറത്ത് നമുക്ക് ഒത്തിരി മൊമെൻറ്റ്സ് ഉണ്ട്. 5 എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. അവ ഓരോന്നും അതെനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഈ കറൻസി നോട്ടുകൾ വാങ്ങി കൈമാറി കഴിയുമ്പോഴല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതല്ലേ? മറ്റൊന്ന് ഫോൺ ഉപയോഗിക്കുമ്പോൾ അല്ലേ? അങ്ങനെ ആഹാരത്തിന് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ആഹാരത്തിന് മുന്നും കഴുകണം, ആഹാരത്തിന് ശേഷവും കഴുകണം. അത് പിന്നെ ആഹാരം പാചകം ചെയ്യുന്നതിന് മുമ്പ് കഴുകണം, ആഹാരം വിളമ്പുന്നതിന് മുമ്പും, പ്ലേറ്റൊക്കെ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ കൈയെല്ലാം കഴുകിയതിന് ശേഷം വേണം പ്ലേറ്റ് എടുത്ത് കുട്ടികൾക്കാണെങ്കിൽ ആർക്കാണെങ്കിലും കൊടുത്ത് സെർവ് ചെയ്യാനായിട്ട്. അതിനുശേഷം പിന്നെ ടോയ്ലറ്റിൽ പോകുന്നതിന് മുമ്പ്, അതറിയാം ടോയ്ലറ്റിൽ പോയതിന് ശേഷമാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഞാൻ പറയും ടോയ്ലറ്റിന് മുമ്പും കഴുകണമെന്ന്. കാരണം നമ്മുടെ ഒരു അൺഹൈജീനിക് ഹാൻഡ് കൊണ്ട് നമ്മുടെ ഒരു ബോഡി പാർട്സ് നമുക്ക് ടച്ച് ചെയ്യാൻ പാടില്ലെന്നാണ് ശരിക്കും പറഞ്ഞത്. മുമ്പ് കഴുകിയതിന് ശേഷം മാത്രമേ നമുക്ക് ക്ലീനിങ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. മുമ്പും ശേഷവും കഴുകുക. പിന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ കഴിഞ്ഞ് അവയെ ക്ലീൻ ചെയ്യുന്നതിന് കൂടെ അതിന് മുമ്പ് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണമെന്നാണ്. അതെല്ലാം ആരെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന സാധനങ്ങളായിരിക്കും. പിന്നെ നമ്മുടെ സ്റ്റേഷനറി സാധനങ്ങൾ, നമ്മൾ ഒരു പുറത്ത് പോയി
സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വന്നതിന് ശേഷം അതെല്ലാം അടുക്കി പറക്കി വയ്ക്കുന്നത് അത് ആ സമയത്ത് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്തിരിക്കുന്നതിന് ശേഷം, കാരണം നമ്മൾ എടുക്കുന്ന പലതും നമ്മൾ പലരും ടച്ച് ചെയ്തതും പല രോഗാണുക്കൾ പല ഡസ്റ്റ് വഴിയ അങ്ങനെ വന്ന് അറ്റ്മോസ്ഫിയർ കോൺടാക്ട് വെച്ച് ഒക്കെ ഇൻഫെക്ഷൻ ഉള്ളതായിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാഫിക് ഒരു ഭയങ്കര നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചതിന് ശേഷം അതൊരു അത്യാവശ്യ കാര്യമാണ്. ബസ്സിലോ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തതിന് ശേഷം നമ്മളിത് ഹാൻഡ് വാഷ് ചെയ്യണം, മസ്റ്റാണ്. അത് ചെയ്യണം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നതിന് മുമ്പ് അതൊരു മെയിൻ. കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നതിന് മുമ്പ് അമ്മമാർ മെയിനായിട്ട് ഈ വലത് കയ്യിൽ മോതിരം ഇടുന്നത് ഒരു നല്ല പ്രാക്ടീസ് അല്ല. കാരണം വാരി കൊടുക്കുന്ന ഫുഡ് കൊടുക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുള്ള അമ്മമാർ വലത് കയ്യിലുള്ള ഓർണമെൻറ്റ്സ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിനകത്ത് നമ്മുടെ വിരലും ഈ ഓർണമെൻറ്റ്സും തമ്മിലുള്ള ടച്ച് ചെയ്യുന്ന ഭാഗത്ത് രോഗാണുക്കൾ ലോഡ് ചെയ്യാൻ ഒത്തിരി സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ എങ്ങനെ ഹാൻഡ് വാഷ് ചെയ്താലും ചിലപ്പോൾ അത് പോകണമെന്നില്ല. ആ ഫുഡ് കൊടുക്കുമ്പോഴേ നമ്മുടെ കഷ്ടകാലത്തിനായിരിക്കും ചിലപ്പോൾ കുഞ്ഞിന് അത് കിട്ടുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നമുക്ക് ചെറിയ കാര്യങ്ങൾ, കമ്പ്യൂട്ടർ കീബോർഡിലൊക്കെ ഒരുപാട് ഈ നമ്മുടെ ബാത്റൂം ഇതിനകത്തുള്ള ഈ സീറ്റ് കവറിലുള്ളതിനേക്കാളും ഓർഗാനിസം കൂടുതൽ ഈ കീബോർഡിലുണ്ടെന്നാണ്. മൊബൈൽ ഫോൺ അതുപോലെ തന്നെ വേറൊരു മെയിൻ സോഴ്സാണ്. പല പ്രാവശ്യം പലതും ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന സാധനമാണ്. അത് എടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ എന്തെങ്കിലും കഴിക്കുന്നതിനിടയിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഫോൺ വരുന്നത്. അപ്പോൾ അത് കറക്റ്റ് അല്ലെങ്കിൽ വലത് കൈ കൊണ്ടൊക്കെ ചിലപ്പോൾ ടച്ച് ചെയ്യും, വീണ്ടും അത് തന്നെ ചെയ്യും. അത് ഒരു പ്രാക്ടീസ് നല്ലതല്ല. അത് നോക്കണം. ചേർത്ത് വെച്ച് പിടിച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ എപ്പോഴും ഗൂഗിൾ പേ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിജിറ്റൽ ഇതിൽ പേയ്മെന്റ് ആയിരിക്കും ചെയ്യുന്നത്. അത് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ എടുത്ത് ഫോൺ വെക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം വളരെ ലാഘവത്തോടെയാണ് നമ്മൾ ഓരോരുത്തരും കാണുന്നത്. ചെറിയ കാര്യങ്ങളായി കാണുന്നു. നമുക്കത് ബോധമുണ്ടായതും നമുക്കത് വലിയ ഗൗരവമായതും കൊറോണ സമയത്താണ്. അത് നമ്മുടെ മുമ്പിൽ കാണുകയാണ്. ചിലപ്പോൾ അവിടെ പോയപ്പോഴായിരിക്കാം എനിക്ക് പകർന്നത്, കോവിഡ് വന്നത് എന്നൊക്കെ, ആളുകൾ മരിക്കുന്നു, അത്രയും ഗൗരവമുള്ള കീടാണുക്കൾ പകരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് വീണ്ടും മാറിയിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലേ നമ്മൾ ശ്രദ്ധിക്കൂ എന്ന അവസ്ഥയിലേക്കൊക്കെ വന്നിരിക്കുകയാണ്. എന്തായാലും ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് വലിയ സങ്കടം തോന്നുന്ന, വലിയ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു. കഴുകലിന്റെ കാര്യം പറഞ്ഞപ്പോൾ പേവിഷബാധയേറ്റ് 3 കുഞ്ഞുങ്ങൾ, അതും വാക്സിൻ എടുത്ത ശേഷം മരണം സംഭവിച്ചു. നമ്മൾ വലിയ ഞെട്ടലോടെയാണ് ആ വാർത്തകളെ എടുത്തത്. അവിടെ നമ്മൾ ആ വാർത്തകൾ കേട്ടപ്പോൾ ഏറ്റവും പ്രധാനമായി കണ്ടൊരു കാര്യം, കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ തെരുവ് നായ്ക്കൾ ആക്രമിച്ചു കഴിഞ്ഞാലുള്ള കഴുകൽ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എത്ര പേർ ചെയ്യുന്നു? ആശുപത്രിയിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ എത്ര പേർക്ക് അറിയാം എന്നുള്ളത് സംശയമുണ്ട് ഇപ്പോഴും. അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാം. അത് ശരിയാണ് മാം പറഞ്ഞത്. വാക്സിനേഷൻ എടുത്തിട്ടും മരണം സംഭവിച്ചിട്ടുണ്ട്. ഇത് ഒരു നായ്ക്കളുടെ കടിയോ അതിൻ്റെ മാന്തലോ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഈ പറഞ്ഞ എല്ലാവർക്കും അറിയില്ല. ചില ആൾക്കാർ ഉടനെ തന്നെ അത് ചിലപ്പോൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഉടനെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ചിലപ്പോൾ എപ്പോഴെങ്കിലും കയറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അതല്ല ചെയ്യേണ്ടത്. ആദ്യം കടിയാണോ അതിൻ്റെ നഖം കൊള്ളുകയോ എന്താണ് ചെയ്ത് ആ ഭാഗം നന്നായിട്ട് നമ്മൾ ഒഴുകുന്ന വെള്ളത്തിൽ, അതായത് നമ്മൾ വെറുതെ ഒരു ബക്കറ്റിലോ ഒരു പാത്രത്തിലോ വെള്ളം എടുത്ത് അതിനകത്തല്ല കഴുകേണ്ടത്. ഒഴുകുന്ന വെള്ളത്തിൽ നന്നായിട്ട് അത് മിനിമം ഒരു 15 മിനിറ്റ്സ് 15 മിനിറ്റിൽ കുറയാതെ നമ്മൾ റണ്ണിങ് വാട്ടറിൽ കാണിച്ച് കഴുകണമെന്നാണ്. ഏത് ഭാഗമായാലും, ഫേസ് ആണോ, നെക്കാണോ, കൈയാണോ, കാലാണോ, എവിടെയായാലും ഏത് ഭാഗമായാലും റണ്ണിങ് വാട്ടറിൽ. ബ്ലഡ് പോകുന്നുണ്ടെങ്കിലും അത് പ്രശ്നമല്ല. ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കഴുകുന്നു, ഈ ഒരു ബ്ലഡ് പോകുന്നു എന്ന് ചിന്തിക്കേണ്ട. ബ്ലഡ് പോകുന്നതിൽ പോട്ടെ. എന്നാലും അത് മെയിനായിട്ട് പറയാൻ കാര്യം, ഈ സോപ്പും വെള്ളവും ഉപയോഗിച്ച് തന്നെ കഴുകണം. റണ്ണിങ് വാട്ടറിൽ കഴുകണം. സോപ്പ് ഉപയോഗിച്ച് തന്നെ കഴുകണം നന്നായിട്ട്. കാരണം സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഈ വൈറസിൻ്റെ, ഈ രോഗാണുക്കളുടെ പുറം ഷെല്ല്, അതായത് അവർ പ്രോട്ടീൻ കൊണ്ടുള്ള ആവരണം ഉണ്ടല്ലോ, അത് അലിഞ്ഞു പോകും. അപ്പോൾ അതിന് പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റില്ല അതിന്. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ റണ്ണിങ് വാട്ടറിൽ കഴുകാൻ പറയുന്ന കാര്യം, ആ റണ്ണിങ് വാട്ടറിലാകുമ്പോൾ ഓർഗാനിസത്തിൻ്റെ എണ്ണം കുറയും. അവരിങ്ങനെ കഴുകി കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ലോഡ് ചെയ്യാനുള്ളൊരു പെർമിഷൻ നമ്മൾ കൊടുക്കാതെ അവരിങ്ങനെ ബോഡിയിൽ അവർ കളക്ട് ചെയ്തിട്ട് അത് പിന്നെ നെർവസ് സിസ്റ്റത്തിൽ കയറി പിന്നെ ബ്രെയിനിലൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കളക്ഷൻ അവിടെ ഉണ്ടാകാതിരിക്കാനാണ് റണ്ണിങ് വാട്ടറിൽ കഴുകണമെന്ന് പറയുന്നത്. ഒഴുകുന്ന വെള്ളത്തിൽ തന്നെ കഴുകണം. അത് മിനിമം 15 മിനിറ്റ്സ് കഴുകുകയും വേണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് കഴുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബീറ്റാഡിനോ അങ്ങനെ എന്തെങ്കിലും സെപ്റ്റിക് സൊല്യൂഷൻ തേക്കണമെങ്കിൽ തേക്കാം. പക്ഷേ അത് എല്ലാ വീടുകളിലും അവൈലബിൾ ആയിരിക്കില്ല, എല്ലാ സ്ഥലങ്ങളിലും കിട്ടത്തുമില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് കഴുകി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ നായ്ക്കളുടെ കടി കൊള്ളുന്നത് പാമ്പ് കടിക്ക് തുല്യം തന്നെ കണക്കാക്കണം. കാരണം അത് ഒരു നമുക്ക് വാക്സിൻ പ്രോപ്പറായിട്ട് നമ്മൾ എടുത്തില്ലെങ്കിലോ ചികിത്സ നേരെ തേടിയില്ലെങ്കിലോ നമുക്ക് മരണം തന്നെയാണ്. അതിന് പേവിഷബാധയുള്ള നായാണെങ്കിൽ നമുക്കത് സംഭവിക്കുന്നതാണ്. അതിന് വേറെ മറുമരുന്ന്
വരുന്നില്ല. കാരണം മീൻസ് അതിന്റെ ടൈം കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, കാരണം ഇപ്പൊ മാഡം പറഞ്ഞതുപോലെ നമ്മൾ ആ മുറിവ് കാണുമ്പോൾ പെട്ടെന്ന് കുഞ്ഞിന്റെ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ ഈ നായ കടിച്ചത് കാണുമ്പോൾ അവർക്കൊരു വലിയ ടെൻഷനൊക്കെ ഉള്ള സമയമാണല്ലോ അത്. ആ സമയത്ത് മുറിവ് ആഴത്തിലുള്ളതോ അല്ലെങ്കിൽ ഇന്നിപ്പം മരിച്ച കുഞ്ഞിന്റെ തലയിലാണ് കടിയേറ്റിരുന്നത്. അപ്പൊ അത്രയും അതായത് വലിയ രീതിയിൽ ആഴത്തിലുള്ള മുറിവായിരിക്കാം. ഇനി എത്ര ആഴത്തിലുള്ള മുറിവായാലും അത് കഴുകണമെന്നാണ് 15 മിനിറ്റ് അല്ലേ? അതെ, മിനിമം 15 മിനിറ്റ്. 20 മിനിറ്റ്സ് ആണ് ശരിക്കും സ്റ്റാൻഡേർഡ് പറയുന്നത്. അതുവരെ എത്തിയില്ലെങ്കിൽ 15 മിനിറ്റ്സിൽ കുറയാതെ കഴുകണം, 15 മിനിറ്റിൽ കുറയാതെ കഴുകണം. റണ്ണിങ് വാട്ടറിൽ കഴുകിയാൽ അത് ഓർഗാൻസ് എണ്ണം കുറയും. അവരുടെ അത് കഴുകി നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ശരിക്കുള്ള സിസ്റ്റം. എന്നിട്ട് വേണം വാക്സിനേഷൻ എടുക്കാനായിട്ട് പറയുന്ന ആ പ്രോട്ടോകോളിൽ വാക്സിനേഷൻ എടുക്കുകയും വേണം. അത് ടാപ്പ് വാട്ടറിലാണ് നമ്മളിപ്പോ മാം പറഞ്ഞതുപോലെ നമ്മൾ പൈപ്പ് വെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ നല്ല ശക്തിയിൽ തന്നെ ഫോഴ്സിൽ തന്നെ വെള്ളം വിട്ട് നല്ലത്. അതെ, അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാക്സിനേഷൻ്റെ കാര്യം ഹോസ്പിറ്റലിൽ പോയി അവിടെ എന്താണോ പറയുന്ന പ്രോട്ടോകോൾ അതുപോലെ ഫോളോ ചെയ്ത് പോകണം നല്ലത്. തെരുവ് നായ്ക്കളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാക്സിനേഷൻ എടുക്കണം. അത് നമ്മൾ എന്നും നമ്മൾ കാണുന്നതല്ല. അവരെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഒരു കടി കൊണ്ടു നാളെ 10 ദിവസം നായെ നോക്കാമെന്ന് പറഞ്ഞാൽ അവരെ കിട്ടില്ല, നമുക്കത് പോകും. അതുകൊണ്ട് നമ്മൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ വാക്സിനേഷൻ തന്നെയാണ് അതിൻ്റെ സോഴ്സ്. അടുത്ത വീട്ടിൽ വളർത്തുന്ന നായാണ് നമ്മൾ വാക്സിനേഷനൊക്കെ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുള്ള ഒരു നായ്ക്കുട്ടിയോ നായോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 ഡേയ്സ് നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്യും. പക്ഷേ ആദ്യം പറഞ്ഞ ഫസ്റ്റ് എയ്ഡ് ഇതുപോലെ വാഷ് ചെയ്യുക, ഹോസ്പിറ്റലിൽ പോയി കാണുക, അവിടെ ഡോക്ടറോട് പറയുക ഇങ്ങനെയാണ് വീട്ടിലെ കാര്യമാണെന്നുള്ളത്, വീട്ടിലെ നായാണെന്നുള്ളത് പറഞ്ഞ് അവരുടെ പെർമിഷനോട് കൂടിയാണ് നമ്മൾ ഈ നായ ഒബ്സർവ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ വീട്ടിലങ്ങ് ഇരുന്ന് നമുക്ക് 10 ദിവസം നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോകാം എന്നല്ല ചിന്തിക്കേണ്ടത്. അങ്ങനെ തന്നെ ചെയ്യണം. അതാണ് അതിൻ്റെ ശരിക്കുള്ള ഫസ്റ്റ് എയ്ഡ്. ആദ്യം ചെയ്യേണ്ട കാര്യം അത് തന്നെ. അങ്ങനെ ഈ നായ കടികൊള്ളുന്ന ഭാഗം അനുസരിച്ച് ഇരിക്കുന്ന അസുഖം ഉണ്ടാകുന്നതിൻ്റെ മൂലം തന്നെ അവസ്ഥ. നമ്മൾ ബ്രെയിനുമായിട്ട് അടുത്തുള്ള ഭാഗങ്ങളിലാണ് കടി കിട്ടുന്നതെങ്കിൽ അത് പെട്ടെന്ന് അത് വരാൻ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് നെർവ് എൻഡിങ്സ് കൂടുതലുള്ള ഭാഗത്തൊക്കെ ആണെങ്കിലും കൂടുതൽ സ്പ്രെഡിങ് പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എത്രയും ഈ സമയം പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞത്. എത്രയും വേഗം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വീണ്ടും നമ്മൾ കൈ ശുചിത്വത്തിലേക്ക് വരുമ്പോ നേരത്തെ ചോദിക്കാൻ ബാക്കിയുണ്ടായിരുന്നത് ഈ കുഞ്ഞുങ്ങളാണല്ലോ. നമ്മളെല്ലാം ചെറിയ കുട്ടികളിൽ നിന്ന് തുടങ്ങണമെന്ന് പറയും. അപ്പൊ കുഞ്ഞുങ്ങളെ നമ്മൾ എപ്പോഴും കൈ കഴുകാൻ പഠിപ്പിക്കുന്നത് നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും. അപ്പൊ മാം പറഞ്ഞ പോലെയുള്ള സ്റ്റെപ്സ് ഒന്നും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. വൃത്തിക്ക് കഴുകണം എന്നുള്ള ആ വൃത്തി എങ്ങനെയെന്നുള്ളതാണ്. അപ്പൊ അവർക്കിത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായില്ല, എന്തെങ്കിലുമൊക്കെ കവിതയായിട്ടോ പാട്ടായിട്ടോ ഒക്കെ. അപ്പൊ അതിനും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ താങ്കളുടെ ഒക്കെ നേതൃത്വത്തിൽ ഒരു വലിയ ബോധവൽക്കരണം നടത്തുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയാമോ? ഞങ്ങളുടെ സ്റ്റാഫിനെല്ലാം മോട്ടിവേഷന് വേണ്ടി ആയിട്ട് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന്ന് ഇന്നലെ ഞങ്ങളുടെ ടീം ലീഡർ അരവിന്ദ് സാറെ ഗ്രൂപ്പിലൊക്കെ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കേട്ടു. അവർക്കൊക്കെ അത് കാരണം നല്ല വരികൾ അവർക്കത് ഫോളോ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. എല്ലാവരും പറഞ്ഞു നമുക്ക് ഇത് ഇന്ന് ഒന്നിച്ച് നിൽക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളെ പ്രോഗ്രാം ഇന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രതിജ്ഞ എടുക്കുന്നത്. നമുക്ക് ഇത് എന്തായാലും അതിന്റെ ഒരു 4 വരി നമുക്കൊന്ന് കേൾക്കാം, പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിക്കാം, അതിനുശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാം. തിമിർത്തിടും കീടമേ നിന്നെ ഞാൻ വാഴിക്കില്ലൊട്ടുമേ. സോപ്പെന്ന തോഴനെ ജലമേകിലാളിച്ചു നുരപൊന്തുവോളം ഞാൻ പരിശ്രമിക്കും. ഒഴുകുന്ന വെള്ളത്തിൽ കേൾക്കുന്നു ഞാൻ നിന്റെ കൊല്ലരുതേ എന്ന നിനക്കവസരച്ചെപ്പുകൾ മർത്യന് മൃത്യുവിൻ പടിവാതിലുകൾ. അണുബാധ തടയുവാനിൻ ആതുരാലയ കൂട്ടായ്മ ആഴത്തിൽ ചെയ്തിടും കൽപ്പനകൾ ശിരസാ വഹിച്ചു ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു. എൻ കരമെപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കും. ശരി, രേണുക മാം അതിനൊപ്പം പറയുന്നുണ്ടായിരുന്നു, ലിപ് മോമെന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. സ്വന്തമായിട്ട് എഴുതിയ കവിത ഇങ്ങനെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് അല്ലേ? ആ വരികൾ. അതെ, അത് ഓക്കെ. അത് എന്തായാലും അതൊരു മോട്ടിവേഷൻ ആയി. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ ഇതുപോലെ പാട്ട് രൂപത്തിൽ അത് കുഞ്ഞുങ്ങളാ വളരെ വേഗം അബ്സോർവ് ചെയ്യും, പഠിക്കാൻ പറ്റും അവർക്കത്. അപ്പോൾ സ്കൂൾ ലെവലിൽ നിന്നേ നമുക്കിത് ആ ബേസിക് സ്റ്റെപ്സ് പഠിപ്പിച്ച് വിട്ടാൽ അവരെല്ലാം അത് തന്നെ ഫോളോ ചെയ്യും. കുട്ടികളുടെ ഇടയിൽ ഇതൊരു വലിയ ഹാൻഡ് ഹൈജീൻ ഒരു മെയിൻ പ്രശ്നമാണ്. കാരണം ഒരാൾക്ക് അടുത്തിരിക്കുന്ന കുട്ടിക്ക് ഡയറിയ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം മറ്റേ കുട്ടിക്ക് ഉടനെ ഉണ്ടാകും.
അത് ഇതുകൊണ്ടാണ് അത് ഹാൻഡ് ഹൈജീൻ പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സ്കൂളുകളിലെല്ലാം ഈ കവിത കേൾപ്പിക്കണം. അപ്പൊ കുഞ്ഞുങ്ങൾ പഠിക്കും പെട്ടെന്ന്. അതുകൊണ്ട് സ്കൂളുകളിലേക്ക് കൂടി ഇതൊക്കെ എത്തണമെന്നാണ് നമ്മുടെയും ആഗ്രഹം. മാമിന് ഈ ഒരു തിരക്കിനിടയിൽ, ഈ ഒരു ആരോഗ്യരംഗത്തെ തിരക്കിനിടയിൽ കലാപ്രവർത്തനം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ? ഇത് പാട്ടെഴുത്ത് മാത്രമല്ല, കവിത എഴുത്ത് മാത്രമല്ല, നർത്തകി കൂടിയാണ്. എത്ര കാലമായിട്ട് പഠിക്കുന്നു ഡാൻസ്? 15 വർഷത്തോളായി മാഡം. ശരി ശരി. ഏതാണ് പഠിക്കുന്നത്? ക്ലാസിക്കൽ ഡാൻസ് ആണ്. ക്ലാസിക്കൽ ഡാൻസറാണ്, സ്വരനാട്യമാണ്. വേദികളൊക്കെ ഉണ്ടോ? ഒരുപാട് ഉണ്ട്. വേദികൾ കുറെ കഴിഞ്ഞു. അത് നമുക്ക് നമ്മുടെ ജോലി നന്നായി കൊണ്ടുപോകണമെങ്കിൽ ആ ജോലി മാത്രമായിട്ടല്ലാതെ കുറച്ച് ആക്ടിവിറ്റീസും കൂടെ ആവുമ്പോൾ എല്ലാം നമുക്ക് സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതെ അതെ, അതിനുള്ള ഒരു സന്തോഷമാണ് മനസ്സിൽ ഉള്ള സമയത്ത്. എന്തായാലും എല്ലാവിധ ആശംസകളും. ആ മേഖലയിലും ഒരുപാട് മുന്നേറാൻ കഴിയട്ടെ. താങ്കളെ പോലെ ഇത്രയും തിരക്കിൽ നിൽക്കുന്ന ആളും ഇങ്ങനെ സന്തോഷം കണ്ടെത്താൻ സ്വന്തമായിട്ട് ശ്രമിക്കും. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചെയ്യണം എന്നാണ്. ഒരു കാര്യം കൂടി അവസാനമായിട്ട്, നമ്മൾ ശുചിത്വത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഹോട്ടലുകളിൽ പോയി ഒരുപാട് പേര് ഹോട്ടലുകളെ ആശ്രയിച്ചൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് നമ്മുടെ ഇടയിലുള്ളത്. അപ്പൊ ഈ ഹോട്ടലുകളിൽ പോകുമ്പോൾ നമുക്ക് എപ്പോഴും പറ്റാറുള്ള ഹാൻഡ് വാഷ് അവിടെ ഉണ്ടാകാറില്ല, സോപ്പ് ഉണ്ടാകാറില്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരോട് ചോദിക്കുന്നില്ല, നമ്മൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് മാറേണ്ട ഒരു സമയമായില്ല. അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഉണ്ടെങ്കിൽ തന്നെ അത് വെള്ളം ചേർത്ത് വെള്ളം ഏതാ ഹാൻഡ് വാഷ് ഏതാന്ന് അറിയാത്ത രീതിയിലായിരിക്കും. അപ്പൊ എന്താണ് അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു രീതി മാറണ്ടേ? ഹോട്ടലുകളിൽ ഹാൻഡ് ഹൈജീൻ മെയിനായിട്ട് ടാപ്പ് അതൊരു വലിയ പ്രശ്നമാണ്. എല്ലാവരും പിടിക്കുന്ന ഒരു ടാപ്പാണ്. നമ്മൾ ആദ്യം കഴിക്കുന്നതിന് മുമ്പേ നമ്മൾ പോയി കൈ കഴുകിയിട്ട് ആ കൈ മിക്കവാറും എല്ലാവർക്കും അറിയാം ലെഫ്റ്റ് ഹാൻഡ് വെച്ച് അത് അടയ്ക്കാവൂ എന്നുള്ളത് അറിയാം. പക്ഷേ പലരും പലത് കൈ ചെയ്യുന്നത് അടയ്ക്കാറുണ്ട്. അടച്ചിട്ട് നേരെ പോയി ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഈ പറഞ്ഞതുപോലെ ബോട്ടിലിൽ ഹാൻഡ് ഹൈജീൻ വേണ്ടി വെച്ചേക്കുന്ന സോപ്പ് സൊല്യൂഷൻ വെറും വെള്ളം പോലെ ഇരിക്കുന്ന പല സ്ഥലങ്ങളിൽ നമ്മളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ബോട്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചാൽ 30 ദിവസം വരെ അത് ഉപയോഗിക്കാവുന്നു. തുറന്നു കഴിഞ്ഞാൽ നമ്മൾ 30 ഡേയ്സിനകം നമുക്ക് മാറ്റണമെന്നാണ് ശരിക്കും. അവിടേക്ക് ഒരു അരഭാഗം ആകുമ്പോൾ വീണ്ടും കുറേ കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ ഒഴിച്ച് വീണ്ടും ഫുള്ളാക്കി വെക്കും. അത് കഴിഞ്ഞ് വീണ്ടും അരഭാഗമാകുമ്പോൾ അടുത്ത് വീണ്ടും. അപ്പോൾ ആ പഴയ കണ്ടന്റ് അതിനകത്ത് തന്നെ ഉണ്ടാകും. അത് തന്നെ ഒരു ഗ്രോത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ബോട്ടിൽ തുറന്ന് ഫുള്ളായി തീർന്നു കഴിഞ്ഞാൽ അടുത്ത് മാറ്റി പുതിയ ബോട്ടിൽ വെക്കുക എന്നുള്ളത് ആകണം സിസ്റ്റം. പിന്നെ ഹാൻഡ് റബ്ബ് പലരും വിചാരിക്കും കൈ അഴുക്കായി. ഹാൻഡ് റബ്ബ് ഉണ്ടെങ്കിൽ ഉടനെ അത് ഹാൻഡ് റബ്ബിന് ഇതേപോലെ തന്നെയാണ്, സ്റ്റെപ്പല്ല, നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് 6 to 7 സ്റ്റെപ്പ് തന്നെ. പക്ഷേ സമയത്തിൽ മാത്രം കുറച്ച് വ്യത്യാസം ഉണ്ട്. ഹാൻഡ് വാഷ് ചെയ്യുന്നതിന് അത്രയും സമയം വേണ്ട ഹാൻഡ് റബ്ബ് ഉപയോഗിക്കാനായിട്ട്. പക്ഷെ കൈകൾ അഴുക്കായിട്ടുണ്ടെങ്കിൽ, കൈകൾ അഴുക്കായിരിക്കുന്ന സമയത്ത് ഹാൻഡ് റബ്ബ് ഉപയോഗിക്കാതെ ഹാൻഡ് വാഷ് സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് തന്നെ കഴുകണം. ക്ലീൻ കൈ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഹാൻഡ് റബ്ബ് ഉപയോഗിക്കാവൂ എന്നുള്ളതാണ്. നമുക്ക് ക്ലീൻ ആണെന്ന് അറിയാം, വൃത്തി വേറെ ഇതൊന്നുമില്ല. പക്ഷെ എന്നാൽ നമുക്ക് കുറച്ചുകൂടി ശുദ്ധിയാകുകയും വേണം എന്നുള്ള സാഹചര്യത്തിൽ മാത്രമാണ് ഹാൻഡ് റബ്ബിന് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഹോട്ടലാണ് നമ്മുടെ സമയം അവസാനിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഇത് ചെറിയ കാര്യമാണ് എന്ന് വിചാരിക്കുന്നവരോട് പറയാനുള്ളത്, ഇതൊരു അരമണിക്കൂറിൽ തീർക്കാവുന്ന കാര്യമല്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. എന്തായാലും ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി മാം. നിങ്ങൾക്കും നിങ്ങളുടെ ആരോഗ്യ പ്രവർത്തകർക്ക് എല്ലാവർക്കും മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഒരുപാട് വളരെയധികം നന്ദി അതിഥിയായി എത്തിയത്. ന്യൂസ് 3 ഇനി മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.